നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറ്? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആണെന്ന്? സോ ലെറ്റ്സ് ലേൺ ഫണ്ടമെൻ്റൽ അനാലിസിസ് വിത്ത് സാക്കി മില്യൺ ഡോട്ട്സ്. നമ്മളൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയൊക്കെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം? അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അസറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് അസറ്റ് ബിൽഡ് ചെയ്യാം? റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്, ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ്, പല രീതിയിൽ നമുക്ക് അസറ്റ് ബിൽഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സ് തന്നെയാണ്. ബട്ട് അതിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ. ഓക്കെ, സോ ദിസ് ഈസ് സാക്കി ഫ്രം മില്യൺ ഡോട്ട്സ്. വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്? അത് 90% നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫണ്ടമെൻ്റൽ അനാലിസിസ് തന്നെയാണ്. ഒരു 10% ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്? എന്തുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ഈ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്കൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ കമ്പനീനെ സംബന്ധിച്ചോളം ഈ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹെൽത്ത് റിപ്പോർട്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു ഇഷ്ടപ്പെട്ട സ്റ്റോക്കിൽ നമുക്ക് വാങ്ങിക്കാതിനേക്കാട്ടി പുറമെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഫോൺ ഇഷ്ടപ്പെട്ട ഫോൺ വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ നോക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറ നോക്കുന്നുണ്ട്, പ്രോസസ്സർ, ബാറ്ററി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ഫോണോ ഈവൻ റിവ്യൂസ് വരെ നോക്കുന്നുണ്ട് നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ. എന്തുകൊണ്ട് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നില്ല? സോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും ഒരു ബേസിക്സ് ലെവലിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് അനാലിസിസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റേഷ്യോസും കൂടി ഉണ്ട്. ഒരു മൂന്ന് അനാലിസിസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ 3 അനാലിസിസ്? ഒന്നാണ് ബാലൻസ് ഷീറ്റ് അനാലിസിസ്. ബാലൻസ് ഷീറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ഒരു കമ്പനിയുടെ അസറ്റ്, ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡർ ഇക്വിറ്റി അറ്റ് എ സ്പെസിഫിക് ടൈം. ഓക്കെ, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടായിരിക്കും ബാലൻസ് ഷീറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാണ് P&L അനാലിസിസ് എന്ന് പറയും. P&L അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ റവന്യൂ, കോസ്റ്റ്, എക്സ്പെൻസ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. മൂന്നാമത് വരെയാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എത്ര ക്യാഷ് ഇൻഫ്ലോ ചെയ്ത് അതേപോലെ തന്നെ എത്ര ഔട്ട്ഫ്ലോ ചെയ്ത് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടായിരിക്കും ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റേഷ്യോസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റ് ക്യാപ്പ്, EPS, PE, PB, ബുക്ക് വാല്യൂ, ഡിവിഡൻഡ് ഈൽഡ്, ഡിവിഡൻഡ് റേഷ്യോ, ROCE, ROE, ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റേഷ്യോസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഈ റേഷ്യോസിൻ്റെ വാല്യൂസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഈ ബാലൻസ് ഷീറ്റ് അതേപോലെ അനാലിസിസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡാറ്റാസ് എവിടെ നിന്നാണ് കിട്ടുക? അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വഴി നമുക്കൊരു വിശദമായിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൂടെ പഠിക്കാം. സോ സ്റ്റേ ട്യൂൺഡ്.